അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് എററിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും നോക്കി അല്ലേ? അഡീഷനും സബ്ട്രാക്ഷനിലും എന്താ പറയുക, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാരാമീറ്റേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്യണ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. സോ നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ എനിക്ക് z ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി ആണ്. z ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി ആണ്. യെസ്. അപ്പോൾ ഇവിടെ എയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ എ മെഷർ ചെയ്ത് കഴിയുമ്പം എനിക്ക് ചെറുതായിട്ട് ഒരു പ്ലസ് ഓർ മൈനസ് ഡെൽ എ എന്നുള്ളൊരു എറർ വന്നു. അതേപോലെ ബി എന്നുള്ള ഈ ഒരു പാരാമീറ്റർ ഞാൻ മെഷർ ചെയ്തപ്പോഴും പ്ലസ് ഓർ മൈനസ് ഡെൽ ബി എന്നുള്ള ഒരു എറർ വന്നു. അപ്പോൾ ഇവിടെ എനിക്കറിയാം എയിലും ബിയിലും എറേഴ്സ് വന്നത് കൊണ്ട് സ്വാഭാവികമായി നമ്മുടെ സെഡിലും എറർ വരും, പ്ലസ് ഓർ മൈനസ് ഡെൽ സെഡ്. സോ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാനുള്ളത് മാക്സ് ഡെൽ സെഡിൻ്റെ വാല്യൂ എന്താണ്, ഡെൽ സെഡ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഡെൽ സെഡിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നേരത്തെ നമുക്ക് എന്തായിരുന്നു നമ്മൾ അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ഈ രണ്ട് ബ്രാക്കറ്റ്സും നമ്മൾ ഓപ്പൺ ചെയ്തു. അവിടെ ഓപ്പറേഷൻ, അതായത് ഈ രണ്ട് ടേംസിൻ്റെയും ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ളത് ഈസി ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? രണ്ട് ടേംസ് തമ്മിലുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. നോക്കിക്കോളൂ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എ പ്ലസ് ബി. ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് ടേംസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ സമയത്ത് ഈ ഓരോ ടേമിനെയും മറ്റേ ബ്രാക്കറ്റിലെ രണ്ട് ടേമിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് എക്സ് നമ്മൾ ആദ്യം എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, എക്സ് പിന്നെ നമ്മൾ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് എ എക്സ് പ്ലസ് ബി എക്സ് എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? വൈ നമ്മൾ എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, വൈ നമ്മൾ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? എ വൈ പ്ലസ് ബി വൈ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബ്രാക്കറ്റ്സ് ഉണ്ട്, അതിൻ്റെ ആ ഒരു ടേംസിൻ്റെ ഇടയ്ക്കുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ടേമും ബ്രാക്കറ്റിലുള്ള ഓരോ ടേമും മറ്റേ ബ്രാക്കറ്റിലുള്ള എല്ലാ ടേംസിൻ്റെ കൂടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ സെയിം ലോജിക്കാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോണത്. യെസ്, ഇതൊക്കെ ബേസിക് മാത്സ് ആണ്. നമ്മൾ സ്കൂളിൽ ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്തരം പ്രോബ്ലംസ് നമ്മുടെ മാത്സ് പേപ്പറിൽ. യെസ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഞാൻ ബിയുടെ കൂടെയും പിന്നെ ഞാൻ ഡെൽ ബിയുടെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ എ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എ ബി എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് ഞാൻ ഡെൽ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എ ഡെൽ ബി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോണേ? ഇനി ഞാൻ ഡെൽ എ ഞാൻ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, ഡെൽ എ ഞാൻ ഡെൽ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്ത് ചെയ്തു? പ്ലസ് ഡെൽ എ ബി. പിന്നെ എനിക്ക് എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ഡെൽ എ ഡെൽ ബി എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് ഡെൽ എ ഡെൽ ബി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽ സെഡ് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ഓർ മൈനസ് എ ഡെൽ ബി പ്ലസ് ബി ഡെൽ എ അല്ലെങ്കിൽ ഡെൽ എ ബി എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, പ്ലസ് ഓർ മൈനസ് ഡെൽ എ ഡെൽ ബി. ഇവിടെ ഈ ഡെൽ എ ഡെൽ ബി എന്ന് പറയണ ഈ ഒരു സംഭവത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. കാരണം നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് ഡെൽ എന്നുള്ള ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ വാല്യൂ എക്സ്ട്രീംലി സ്മോൾ ആവണ സമയത്താണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്യുമ്പം എനിക്ക് 10 സെൻറ്റിമീറ്റർ ആണ് ആക്ച്വലി ഇതിൻ്റെ മെഷർമെൻറ്റ്. യെസ്, ഇതിൻ്റെ ഒരു എറർ എന്ന് പറയണതില്ല. അതായത് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം മെഷർ ചെയ്യണ സമയത്ത് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള എറർ ഞാൻ ഈ 10 എന്നുള്ള വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പം അത് എക്സ്ട്രീംലി സ്മോളർ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് 0.5 സെൻറ്റിമീറ്റർ ആയിരിക്കാം ചിലപ്പോൾ എറർ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആയിരിക്കാം ചില സമയത്ത് എൻ്റെ എററായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എറർ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിൻ്റെ ആ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പം അതൊരു എക്സ്ട്രീംലി സ്മോളറായ ഒരു വാല്യൂ ആയിരിക്കും. ഇവിടെ നമ്മൾ രണ്ട് ടേംസിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ രണ്ട് ടേംസിൽ വന്ന എററിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ രണ്ട് ടേമിൽ വന്ന എറർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം രണ്ട് എക്സ്ട്രീംലി സ്മോളറായ വാല്യൂസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഡെൽ എയുടെ വാല്യൂ ഒരു 0.5 ആണെന്നിരുന്നോട്ടെ, ഡെൽ ബിയുടെ വാല്യൂ സേ ഫോർ എക്സാമ്പിൾ
നമ്മൾ പറയുമ്പോൾ 1 ആണെന്നിരുന്നോട്ടെ, ഡെൽ എയുടെ വാല്യൂ 0.5 ആണ്, ഡെൽ ബിയുടെ വാല്യൂ ഒരു 1 ആണെന്നിരുന്നോട്ടെ. ഇത് രണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ 0.5 ആണ്. ഈ 0.5 എന്ന് പറയുന്ന വാല്യൂ, ഈ ഹോൾ വാല്യൂ, ഈ ഒരു ഹോൾ ഇക്വേഷൻ ഇതിനെ ഞാൻ കമ്പയർ ചെയ്യണ സമയത്ത് ഇത് ഭയങ്കര ഒരു ചെറിയ ഒരു വാല്യൂ ആയിരിക്കും. അതായത് ഈ വാല്യൂ, ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഞാൻ ആഡ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മൈനസ് ചെയ്യണത് കൊണ്ടോ എക്സ്ട്രീംലി സ്മോളർ ആയ ഒരു വാല്യൂ ആയിരിക്കും ഈ ഹോൾ ഇക്വേഷൻ. ഈ ഒരു ഹോൾ ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടണ ഒരു വാല്യൂ, ഈ ഡെൽ എ ഡെൽ ബി എന്ന് പറയണ ഈ ഒരു വാല്യൂ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പം എക്സ്ട്രീംലി സ്മോളർ ആയിരിക്കും. ഈ ഒരു ചെറിയ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണത് കൊണ്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണത് കൊണ്ടോ വലിയ കാര്യമായ ഒരു വേരിയേഷൻ നമ്മുടെ വാല്യൂയിൽ വരില്ല. അത്രയും സ്മോളർ ആയ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടണേ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ ഒരു ടേമിനെ നമ്മൾ ഒഴിവാക്കും. നമ്മൾ ഇനി കൺസിഡർ ചെയ്യില്ല, ഈ ഒരു ടേമിന് നമ്മൾ ഇനി കൺസിഡർ ചെയ്യില്ല, നമ്മൾ അതിനെ ഒഴിവാക്കും. നമ്മുടെ ഫിസിക്സിലായാലും അല്ലെങ്കിൽ കെമിസ്ട്രിയിലായാലും മാത്സിലായാലും ഇങ്ങനെ ടേംസ് ഒഴിവാക്കുന്ന ഒരു പരിപാടി അത് നമുക്ക് ഒരുപാട് ഇക്വേഷൻസിൽ അല്ലെങ്കിൽ ഒരുപാട് ഡെറിവേഷൻസിൽ നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അത്തരം ഡെറിവേഷൻസിൽ ഈ വാല്യൂസ് ഒഴിവാക്കണേന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹോൾ വാല്യൂ ഇത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഒരു വാല്യൂവും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടണ വാല്യൂവും ഈ വാല്യൂവും ഭയങ്കര ചെറുതായിരിക്കും. ഈ ഒരു വാല്യൂ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു വാല്യൂ വലിയ കാര്യമായി നമ്മുടെ ഹോൾ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യണില്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രീംലി സ്മോളർ ആയ വാല്യൂ ഒരുപാട് ഡെറിവേഷൻസിൽ നമ്മൾ അതിനെ ഒഴിവാക്കാറുണ്ട്. അത് കൺസിഡർ ചെയ്യണതും ചെയ്യാത്തതും ഒരുപോലാണ് എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള വാല്യൂസിനെ നമ്മൾ ഒഴിവാക്കും. യെസ്, മനസ്സിലായല്ലോ? സോ അതേപോലെ ഈ ഒരു ഡെറിവേഷനിലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡെൽ എ ഡെൽ ബി എന്നുള്ള വാല്യൂ നമ്മൾ ഒഴിവാക്കാൻ പോകണം. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഇത് നെഗ്ലിജിബിൾ ആണ്, ഈ ഒരു വാല്യൂ നെഗ്ലിജിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. സോ ഇവിടെ ഞാൻ ഈ ഒരു വാല്യൂ ഒഴിവാക്കി കഴിഞ്ഞപ്പം എൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മാറി. സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽ സെഡ് എ പ്ലസ് ഇവിടെ എന്താണ് എ ഡെൽ ബി, ഇവിടെ ഞാൻ ബി ഡെൽ എ എന്ന് എഴുതുവാണ്. എ ഡെൽ ബി ബി ഡെൽ എ, മറ്റേത് ഞാൻ ഒഴിവാക്കി. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഈ ഹോൾ ഇക്വേഷനെ, അതായത് ഈക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ഞാൻ സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഈ ഇക്വേഷനെ സെഡ് കൊണ്ട് ഞാൻ രണ്ട് ഇക്വേഷനെയും ഡിവൈഡ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് അല്ലേ, നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ, എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 ആണ് അല്ലേ? യെസ്. അതേപോലെ വേറൊരു എക്സാമ്പിൾ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഡിവൈഡഡ് ബൈ 3 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ, എ എക്സ് ബൈ 3 പ്ലസ് ബി വൈ ബൈ 3 പ്ലസ് സി സെഡ് ബൈ 3. രണ്ട് ഇക്വേഷനും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതായത് മോർ ദാൻ വൺ ടേംസ് ഉള്ള എന്തെങ്കിലും ഒരു ഇക്വേഷനെ ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവർക്കും ആ നമ്പർ ബാധകമാണ്. എങ്ങനെ? അതിൻ്റെ ഇടയ്ക്കുള്ള ഓപ്പറേഷൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിരിക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എ എക്സ് ഉണ്ട്, ബി വൈ ഉണ്ട്, സി സെഡ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് എ എക്സ് ബൈ 3 എന്ന് തന്നിട്ടുണ്ട്. ഈ എ എക്സ് ബൈ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ബൈ 3 ഇൻറ്റു എക്സ് ബൈ 3 എന്നല്ല. മനസ്സിലായല്ലോ? അതേപോലെ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എ പ്ലസ് എക്സ് ബൈ 3 അല്ലെങ്കിൽ എ മൈനസ് എക്സ് ബൈ 3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ബൈ 3 മൈനസ് എക്സ് ബൈ 3 അല്ലെങ്കിൽ എ ബൈ 3 പ്ലസ് എക്സ് ബൈ 3. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് രണ്ടോ അതിൽ കൂടുതലോ ടേംസ് ഉണ്ട്, അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ആ ഓരോ ടേമിനുമാണ് അത് ബാധകം. ഓരോ ടേമിനും നമ്മൾ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കണം, അതിനിടയ്ക്കുള്ള ഓപ്പറേഷൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിരിക്കണം. മനസ്സിലായല്ലോ? പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എ എക്സ് ബൈ 3 ആണെങ്കിൽ ഈ 3 എക്കും ബാധകമാണ് എക്സിനും ബാധകമാണെന്ന് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ എക്ക് ബാധകമായിട്ട് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ എക്സിന് ബാധകമായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ എ ബൈ 3 ഇൻറ്റു എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ഇൻറ്റു എക്സ് ബൈ 3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അഡീഷനോ സബ്ട്രാക്ഷനോ ആവുമ്പോഴാണ് എല്ലാ ടേംസിനും നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ, ഇതിപ്പോൾ ഇത് വന്നത് കൊണ്ട് അതും കൂടെ പറഞ്ഞേക്കാം.
ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇതിനെ നിങ്ങൾ എങ്ങനെ മാറ്റി എഴുതും? താഴത്തുള്ളത് പ്ലസ് ആയാലും മൈനസ് ആയാലും എന്താ പറയുക, മൾട്ടിപ്ലിക്കേഷൻ ആയാലും എന്താണ്, അതിനെ നമ്മളൊരു സിംഗിൾ ടേം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. താഴത്ത് നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടായാലും അവർ തമ്മിലുള്ള ഓപ്പറേഷൻ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മളൊരു സിംഗിൾ ടേം ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കിക്കോളൂ. സോ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് എഴുതും. ഇനിയിപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി, അതേപോലെ വൈ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ ടേമേ ഉള്ളൂ, പിന്നെ നമ്മൾ ടേംസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളൂ. സോ എനിക്ക് എന്ത് കിട്ടും? സെഡ് ബൈ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽ സെഡ് ബൈ സെഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. ഇവിടെ നിങ്ങൾ സെഡ് എന്ന് കണ്ടു അല്ലേ? ഇവിടെ സെഡ് ഉണ്ട്. നമുക്കറിയാം സെഡ് ഈസ് ഈക്വൽ ടു എ ബി ആണ്. സെഡ് എന്ന് പറയുന്നത് എ ബി ആണ്. സോ ഞാൻ ഈ സെഡിനെ എ ബി കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ എ ബി ഇ ബി അല്ലേ? അതേപോലെ പ്ലസ് ഓർ മൈനസ് എ ഡെൽ ബി ബൈ എ ബി, അതേപോലെ പ്ലസ് ഓർ മൈനസ് ബി ഡെൽ എ ബൈ എ ബി. മനസ്സിലായല്ലോ? സോ ഈ സെഡും സെഡും ക്യാൻസലായി, എ ബി ക്യാൻസലായി, അവിടെ 1 കിട്ടും. രണ്ട് സ്ഥലത്തും നമുക്ക് 1 കിട്ടി. അതുപോലെ ഇവിടെ എ ക്യാൻസലായപ്പോൾ നമുക്ക് ഡെൽ ബി ബൈ കിട്ടി. ഇവിടെ ബി ക്യാൻസലായപ്പോൾ നമുക്ക് ഡെൽ എ ബൈ എ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇക്വേഷൻ 1 പ്ലസ് ഡെൽ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് ഡെൽ എ ബൈ എ പ്ലസ് ഡെൽ ബി ബൈ ബി അല്ലേ? യെസ്. ഈക്വൽ ടൂടെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം വാല്യൂ ഉണ്ട്, അതിൻ്റെ സൈനും സെയിം ആണെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. യെസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡെൽ സെഡ് ബൈ സെഡ് ഞാനിത് മാറ്റുവാണേ. പ്ലസ് ഓർ മൈനസ് del z by z is equal to plus or minus del a by a plus or minus del b by b അല്ലേ? നമ്മുടെ ഈ എല്ലാ കേസസിലും കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ എപ്പോഴും എന്താണ് കൺസിഡർ ചെയ്യുന്നത്? പോസിറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ കൺസിഡർ. നമ്മുടെ എല്ലാ കേസസിലും നമ്മൾ പോസിറ്റീവ് അല്ല, നമ്മുടെ മാക്സിമം പോസിബിൾ എറർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽ സെഡിൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാറ്റിൻ്റെയും പോസിറ്റീവായ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യും. അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കോമ്പിനേഷൻ ഓഫ് എറർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് എറേഴ്സിൻ്റെയും പോസിറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടണേ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡെൽ സെഡ് ബൈ സെഡ് അല്ലേ? ഡെൽ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽ എ ബൈ എ പ്ലസ് ഡെൽ ബി ബൈ ബി. സോ എയുടെയും ബിയുടെയും നമ്മൾ പോസിറ്റീവ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ആഡ് ചെയ്തു. യെസ്. യെസ്. അപ്പോൾ ഈ ഡെൽ സെഡ് ബൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കോളൂ. ഡെൽ സെഡ് ബൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ അല്ലേ? എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ. എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ, അതായത് സെഡ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ വാല്യൂ. സെഡ് എന്ന് പറയുന്ന ആക്ച്വൽ വാല്യൂ സെഡ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യണ സമയത്ത് വരാൻ സാധ്യതയുള്ള എററാണ് ഏത്? ഡെൽ സെഡ്. സോ എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ എന്താണ്? റിലേറ്റീവ് എററാണ്. യെസ്. റിലേറ്റീവ് എറർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ റിലേറ്റീവ് എറർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ എന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ എറർ മീൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ. സോ അതായത് വരാൻ സാധ്യതയുള്ള എറർ അല്ലേ? വരാൻ സാധ്യതയുള്ള എററും അതേപോലെ മീൻ വാല്യൂവും, അല്ലെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഓർ എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ റിലേറ്റീവ് എറർ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോമ്പിനേഷൻ ഓഫ് എററിൽ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റിസൾട്ടൻ്റ് ആയ നമ്മുടെ റിസൾട്ടൻറ്റിൽ കിട്ടാൻ സാധ്യതയുള്ള റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സിൻ്റെ റിലേറ്റീവ് എററിൻ്റെ സം ആയിരിക്കും.
അപ്പം നിങ്ങൾക്ക് എക്സാമിൽ ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ വെച്ചോ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ തരുവാന്ന് വിചാരിക്കുക. എക്സാമിൽ നിങ്ങളോട് നിങ്ങളുടെ റിസൾട്ടൻറ്റിൻ്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിർത്താം. പക്ഷെ മിക്ക സിറ്റുവേഷൻസിലും അവരെന്താ പറയാന്ന് വെച്ചാൽ നിങ്ങളുടെ മെഷേർഡ് വാല്യൂ എന്താണ്, അല്ലെ, മെഷേർഡ് വാല്യൂവിൽ വരാൻ സാധ്യതയുള്ള എറർ എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങളോട് പറയാം. സോ നിങ്ങൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് z പ്ലസ് ഓർ മൈനസ് ഡെൽ z, ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ z നമുക്ക് അറിയാൻ പറ്റും, കാരണം അത് നമ്മുടെ ആക്ച്വൽ വാല്യൂ ആണ്. സോ z എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ ഈ നമ്മൾ ഡെൽ z നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെൽ z എങ്ങനെയാണ് കാണുന്നത്? ഡെൽ z ഈസ് ഈക്വൽ ടു z ഇൻറ്റു ഡെൽ എ ബൈ എ പ്ലസ് ഡെൽ ബി ബൈ ബി. മനസ്സിലായല്ലോ? z ഇൻറ്റു del a by a plus del b by b. Yes, is it clear? Yes, del z is equal to z into del a by a plus del b by b. മനസ്സിലായല്ലോ? യെസ്, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും, ബട്ട് സ്റ്റിൽ എന്നാലും നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് നമ്മുടെ ഡിവിഷനിലേക്ക് പോകാം. നോക്കിക്കോളൂ. ഇപ്പോൾ ഡിസ്റ്റൻസ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. എനിക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻ ടു ടൈമാണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയ ഒരു ഈസി ആയ ഒരു ഇക്വേഷൻ എടുക്കാം. യെസ്, അപ്പോൾ ഡിസ്റ്റൻസ് ആണ് എനിക്ക് കാണേണ്ടത്. സോ എൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആക്ച്വൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ആക്ച്വൽ സ്പീഡ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയണത് 50 പ്ലസ് ഓർ മൈനസ് 1. ഓക്കെ, 50 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്. ഓക്കെ, ഇനി ടൈം തന്നിട്ടുണ്ട്. ടൈം 20 സെക്കൻഡ് ആണ്, പ്ലസ് ഓർ മൈനസ് 0.5 സെക്കൻഡ്. നമ്മുടെ എററിൻ്റെയും നമ്മുടെ ആക്ച്വൽ വാല്യൂ, എററിൻ്റെയും ആക്ച്വൽ വാല്യൂടെയും യൂണിറ്റ് എപ്പോഴും നിങ്ങൾ സെയിം ആക്കാൻ നോക്കുക. യെസ്, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ 50 മീറ്ററും 1 സെൻറ്റിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 50 മീറ്ററും 1 സെൻറ്റിമീറ്ററുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ യെസ്, ഹിയർ യു ഹാവ് ടു അപ്ലൈ ദ കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് കൺവേർഷൻ അപ്ലൈ ചെയ്ത് ഒന്നെങ്കിൽ 50 മീറ്ററിനെ നിങ്ങൾ സെൻറ്റിമീറ്റർ ആക്കുക, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിനെ നിങ്ങൾ മീറ്റർ ആക്കുക. മനസ്സിലായല്ലോ? 1 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.01 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ഈ വാല്യൂടെയും ഈ എററിൻ്റെയും ആക്ച്വൽ വാല്യൂടെയും നമ്മുടെ മാക്സിമം പോസിബിൾ എററിൻ്റെയും യൂണിറ്റ്സ് എപ്പോഴും സെയിം ആക്കി വെക്കാൻ നോക്കുക. യെസ്, സോ ഇവിടെ എന്തായാലും ഞാൻ രണ്ടും സെയിം ആണ് തന്നിട്ടുള്ളത്. ഒരു 1 എന്നിരുന്നോട്ടെ. യെസ്, 1 മീറ്റർ. മനസ്സിലായല്ലോ? യെസ്, അപ്പോൾ ഇവിടെ എനിക്ക് കാണേണ്ടത് ഡിസ്റ്റൻസിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം എററാണ്. ഞാൻ ഡെൽ ഡി എന്താണ് എന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽ ഡി എന്താണെന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ആലോചിക്കുവാണ്, ഡിസ്റ്റൻസ് ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്ക് സ്പീഡും ടൈമും തന്നിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഡിസ്റ്റൻസ് കാണും? ഡിസ്റ്റൻസ് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടി സ്പീഡ് ഇൻ ടു ടൈമാണ്. സോ അവരുടെ ഇടയ്ക്കുള്ള ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ എറർ കാണുന്നത്. അതായത് നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ എററും നമ്മുടെ പാരാമീറ്റേഴ്സിൻ്റെ എററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? del d by d is equal to del s by s into del t by t. ഇങ്ങനെ നമുക്ക് പറയാം, അല്ലേ? സ്പീഡ്, ഇത് സ്പീഡിലുള്ള എറർ, ആക്ച്വൽ വാല്യൂ ഓഫ് സ്പീഡ്. ഇത് ടൈമിലുള്ള എറർ, ഇത് ആക്ച്വൽ വാല്യൂ ഓഫ് ടൈം. ഇത് ഡിസ്റ്റൻസിലുള്ള എറർ, ഇത് ആക്ച്വൽ വാല്യൂ ഓഫ് ഡിസ്റ്റൻസ്. യെസ്, ഇനി ആക്ച്വൽ വാല്യൂ ഓഫ് സ്പീഡ് നമുക്കറിയാം, ആക്ച്വൽ വാല്യൂ ഓഫ് ടൈം നമുക്കറിയാം. ആക്ച്വൽ വാല്യൂ ഓഫ് ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആണ്. d ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി ആണെന്നറിയാം. സോ ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആക്ച്വൽ സ്പീഡ് ഇൻറ്റു ആക്ച്വൽ ടൈം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 50 ഇൻറ്റു 20. 50 ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1000 കിട്ടി. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാവേ. മീറ്റർ പെർ സെക്കൻഡ്, സോറി.
സ്പീഡല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. സോ 50 × 20 ചെയ്തപ്പം എനിക്ക് 1000 കിട്ടി, 1000 മീറ്റർ. മനസ്സിലായല്ലോ? യെസ്. സോ അപ്പോൾ എൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് S × T എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആക്ച്വൽ വാല്യൂസ്, ഈ വാല്യൂസ് ആണ് നമ്മുടെ ആക്ച്വൽ വാല്യൂസ്. സോ ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് ആക്ച്വൽ ഡിസ്റ്റൻസ് കിട്ടി. ഇവിടെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് ഡെൽ ഡി ആണ്. സോ ഡെൽ ഡി ഡിവൈഡഡ് ബൈ എൻ്റെ ആക്ച്വൽ വാല്യൂ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ആണ്. ഡെൽ എസ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 50. അതേപോലെ ഇവിടെ എന്താണ്? 0.5 ഡിവൈഡഡ് ബൈ 20. യെസ്. അപ്പോൾ ഇവിടെ ഡെൽ ഡി, സോറി ഇവിടെ അഡീഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല അഡീഷൻ, സോറി അഡീഷൻ. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് രണ്ടിനെയും ഞാൻ 1000 ആക്കാൻ പോവാണ്. ഫ്രാക്ഷനിൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ ബാങ്ക് എക്സാമിൻ്റെ ബാങ്ക് എക്സാമിൻ്റെ ഫ്രാക്ഷൻസ് എന്നുള്ള ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെഷൻ പോയി കണ്ടാൽ മതി. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാ മാത്സിലുള്ള കോൺസെപ്റ്റ് നമ്മുടെ അതായത് ബേസിക് മാത്സിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മുടെ ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെയോ സെഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആവില്ല. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബാങ്ക് എക്സാമിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രാക്ഷനും ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് അതേപോലെ എക്സ്പോണൻസിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ മതി. യെസ്. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ഈ രണ്ട് ഡിനോമിനേറ്ററും ഞാൻ 1000 ആക്കാൻ പോവാണ്. 1000 ആക്കുമ്പോൾ എനിക്ക് മുകളിൽ 20 കിട്ടും. അതേപോലെ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും അല്ലേ? യെസ്. ഡിവൈഡഡ് ബൈ 1000. നോക്കട്ടെ, 0.5 × 50. യെസ്, 25 എന്ന് കിട്ടും. കറക്റ്റാണ്. ഇനി ഇവിടെ എന്താണ്? ഡെൽ ഡി ഡിവൈഡഡ് ബൈ 1000 ആണ്. ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആണ്. ഞാൻ അത് രണ്ടും ക്യാൻസൽ ചെയ്തു. സോ എൻ്റെ ഡെൽ ഡിയുടെ വാല്യൂ എന്ത് കിട്ടി? 20 + 25 എന്ന് കിട്ടി. സോ 45. സോ എൻ്റെ എറർ എന്ന് പറയുന്നത് എന്താണ്? 45 മീറ്റർ ആണ് എൻ്റെ എറർ. എനിക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം എറർ എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കോമ്പിനേഷൻ ഓഫ് എററിൽ നമുക്ക് അവർ മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്. ചില സിറ്റുവേഷൻസിൽ അവർ ചിലപ്പോൾ നമ്മളോട് ഡിസ്റ്റൻസ് എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള ഇതിൻ്റെ നമ്മുടെ റിലേറ്റീവ് എറർ ആയിരിക്കും കാണാൻ പറയണേ. സോ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിർത്താം. റിലേറ്റീവ് എറർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിർത്താം. അല്ല, നിങ്ങളോട് ഡിസ്റ്റൻസിൽ വരാൻ ചാൻസ് ഉള്ള മാക്സിമം പോസിബിൾ എറർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്യേണ്ടി വരും. പല സ്റ്റുഡൻസും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ റിലേറ്റീവ് എറർ വരെ കണ്ടുപിടിക്കും, എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. റിലേറ്റീവ് എറർ വരെ കണ്ടുപിടിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം പറയുമ്പം ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 45 എന്നുള്ള വാല്യൂവും അവർ തന്നിട്ടുണ്ടാവും. ഇതിൻ്റെ റിലേറ്റീവ് എറർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വാല്യൂവും നിങ്ങളുടെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ റിലേറ്റീവ് എറർ 2 ആണ് കിട്ടാൻ ചാൻസ് എങ്കിൽ 2 എന്നുള്ള വാല്യൂവും തന്നിട്ടുണ്ടാവും, 45 എന്നുള്ള വാല്യൂവും തന്നിട്ടുണ്ടാവും. മിക്ക സ്റ്റുഡൻസും കാണിക്കുന്ന ഒരു അബദ്ധമാണ് റിലേറ്റീവ് എറർ വരെ കണ്ടുപിടിച്ചിട്ട് ആ 2 ടിക്ക് ചെയ്തിട്ട് പോവും, ആൻസറും തെറ്റിപ്പോവും, നമുക്ക് മൈനസ് മാർക്കും കിട്ടും. ആക്ച്വലി ആൻസർ 45 ആണ്. കാരണം നമ്മളോട് അവർ ചോദിച്ചത് ഡെൽ ഡി ആണ്. സോ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് വായിക്കണം. എന്താണ് അവർ തന്നിട്ടുള്ളത്, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതും വായിക്കണം. യെസ്. ഇപ്പം നമ്മൾ ചെയ്ത ഈ ഒരു എക്സാമ്പിളിൽ നമുക്കൊരൊറ്റ കോമ്പിനേഷൻ ഓഫ് എററെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനേഷനിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമുക്ക് 2 അതിൽ കൂടുതലോ കോമ്പിനേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം.